ഹായ് ഓൾ വെൽക്കം ടു ലേണിംഗ്. നമുക്ക് കീമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പാർട്ട് 3 നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോണ്ട് ഓർഡർ ഓഫ് O2 മോളിക്യൂൾ ആൻഡ് ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആർ റെസ്പെക്റ്റീവ്ലി. അപ്പൊ നമുക്ക് ബോണ്ട് ഓർഡറിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. നമുക്കറിയാം ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് into number of electrons in the bonding orbital minus number of electrons in the antibonding orbital എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് O2 മോളിക്യൂളിന്റെ ആണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ബോണ്ട് ഓർഡറും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ O2 ഓക്സിജൻ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 8, O2 ആകുമ്പോൾ 16 ആണ് ഉള്ളത്. അപ്പൊ 16 വരുമ്പോൾ നമ്മൾ സിഗ്മ 1, സിഗ്മ സ്റ്റാർ 1, സിഗ്മ 2s അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ബോണ്ടിങ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ 10ഉം ആന്റിബോണ്ടിങ് ഓർബിറ്റൽ അതായത് സ്റ്റാർ ഉള്ളത് ഇലക്ട്രോൺസ് 6ഉമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. സോ ബോണ്ട് ഓർഡർ വിൽ ബി ഹാഫ് ഇൻറ്റു 10 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അതായത് ഒരു ഓക്സിജനും മറ്റൊരു ഓക്സിജനും തമ്മിൽ ഡബിൾ ബോണ്ട് ആണ് ഉണ്ടായിരിക്കുക. ഇനി അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 16 എന്ന് പറയുന്ന നമ്പർ എടുത്തിട്ട് നമ്മൾ ഇലക്ട്രോണിക് സിഗ്മ 1 സിഗ്മ സ്റ്റാർ 1 ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺസിനെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ എല്ലായിടത്തും പെയർഡ് അല്ല, ലാസ്റ്റ് നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺസിനെ കാണാൻ കഴിയും. സോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടായതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഇൻ ബിഹേവിയർ. ഇനി പെയർഡ് ആണെങ്കിൽ അതിനെ ഡയാമാഗ്നറ്റിക് എന്ന് വിളിക്കാം. ഇവിടെ അൺപെയർഡ് ഉണ്ടായതുകൊണ്ട് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് 3D block elements exhibit +2 +3 +4 +5 +6 and +7 oxidation state. നമുക്കറിയാം 3D വരുമ്പോൾ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം തൊട്ട് സിങ്ക് വരെ നിൽക്കുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുക, 3D സീരീസ്. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന +2 മുതൽ +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു എലമെന്റ് ആണ് മാംഗനീസ്, Mn. മാംഗനീസിന് ഇത്രയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവുണ്ട്. Manganese is a 3D block element in the period and it is known for exhibiting wide range of oxidation state. The oxidation state of manganese are from +2 to +7 and their distinctive feature of manganese. In manganese ന്റെ features ആണ്, ഓരോ oxidation stateലും ഉള്ള features അത് എവിടെ കാണുന്നു എന്നുള്ളതാണ്. +2 oxidation state manganese 2 സൾഫേറ്റിൽ MnSO4 മാംഗനീസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ Mn2O3 മാംഗനീസ് 3 ഓക്സൈഡിലെ എന്താണ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, MnO2 +4, KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ മാംഗനീസ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും. ദെൻ MnO3 +6, KMnO4 ഫൗണ്ട് ഇൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ +7 കാണാറുണ്ട്, അതുപോലെ തന്നെ +5. This broad range of oxidation state is due to ability of manganese to utilize both its 3D and 4s electrons in bonding. അതായത് മാംഗനീസിലെ 3Dയും 4s ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. Then third question, which of the following explains why dimethyl ether has lower boiling point than its isomeric compound ethanol? But dimethyl ether നമ്മൾ എഥനോളിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ലോവർ ബോയിലിംഗ് പോയിന്റ് കാണിക്കാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡൈമീഥൈൽ ഈഥറും എഥനോളും അത് രണ്ടും ഐസോമെറിക് കോമ്പൗണ്ടുകളാണ്. അതായത് കെമിക്കൽ കോമ്പൗണ്ട് ദാറ്റ് ഹാവ് ഐഡന്റിക്കൽ കെമിക്കൽ ഫോർമുല ബട്ട് ഡിഫർ ഇൻ പ്രോപ്പർട്ടീസ് ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആണ് ഐസോമെറിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഐസോമെറിക് കോമ്പൗണ്ട് ആയിരുന്നിട്ട് പോലും ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ ലോവർ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവാനുള്ള കാരണം? റെസൊണൻസ്, ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ്, ഹൈബ്രിഡൈസേഷൻ, വാണ്ടർവാൾ ഫോഴ്സ്, ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെന്റുമായിട്ട് ഉണ്ടാക്കുന്ന ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. ഡൈമീഥൈൽ ഈഥർ CH3OCH3, എഥനോൾ എന്ന് പറയുമ്പോൾ C2H5OH.
ഇത് രണ്ടും ഐസോമേഴ്സ് ആണ്, ബട്ട് ദേ എക്സിബിറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിന്റ്. ദിസ് ഡിഫറൻസ് ഈസ് പ്രൈമർലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. അതായത് നമ്മൾ എഥനോൾ എടുക്കുമ്പോൾ എഥനോളിന് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. അതെന്ത് ചെയ്യും? ഹൈഡ്രജൻ ബോണ്ടിങ് കാരണമാവും. അതായത് ഓക്സിജനും ഹൈഡ്രജനും കൂടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. നമ്മളിപ്പോൾ ഡൈമീഥൈൽ ഈതർ എടുക്കുന്ന സമയത്ത് ഓക്സിജന് അവിടെ ഒരു OH ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവത്തില്ല? ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവത്തില്ല. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെന്റുമായിട്ട് ചേർന്നിട്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഹൈഡ്രജൻ ഒരു ഡയറക്റ്റ് ആയിട്ട് ഓക്സിജനുമായിട്ട് അറ്റാച്ച്ഡ് അല്ല. ഹൈഡ്രജൻ ഇവിടെ കാർബണുമായിട്ടാണ് അറ്റാച്ച്ഡ്. അതുകൊണ്ട് തന്നെയാണ് ഡൈമീഥൈൽ ഈതറിൽ നമുക്കൊരു ഹൈഡ്രജൻ ബോണ്ട് കാണാനായിട്ട് പറ്റില്ല. എഥനോളിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ആ ബോയിലിംഗ് പോയിന്റിൽ ഡിഫറൻസ് ഉണ്ടാവാനുള്ള കാരണം. Fourth question, which lanthanide element has half-filled 4f orbital in +3 oxidation state? അപ്പോൾ ലാന്തനൈഡ്സും ആക്ടിനൈഡ്സിനെയും കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഏത് ലാന്തനൈഡ് എലമെന്റിനാണ് ഒരു ഹാഫ്-ഫിൽഡ് 4f ഓർബിറ്റൽ അതിൻ്റെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ളത്? ടെർബിയം, ഗഡോലിനിയം, സീറിയം, ലന്താനം, ലുട്ടേഷ്യം. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഗഡോലിനിയം ആണ്. ഇൻ ദ +3 oxidation state of lanthanide elements, the general electron configuration of lanthanide series involve the loss of 3 electron typically from 4s and 5s and 4d orbit. അപ്പോൾ ലാന്തനൈഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലാന്തനൈഡ്സ് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴത്തേക്കിന് ലോസ് ഓഫ് 3 ഇലക്ട്രോൺ, അത് 5sൽ നിന്നും 4dയിൽ നിന്നും 3 ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിത്ത് ദ 4f ഓർബിറ്റൽ ബീങ് ദ ലാസ്റ്റ് ലോസ് ഇലക്ട്രോൺ. അപ്പോൾ ലാസ്റ്റ് എനർജിയുടെ ഇത് വെച്ചിട്ട് 4fൽ നിന്നാണ് പോകുന്നത്. The specific case for gadolinium is unique because it has a half-filled 4f subshell in its +3 oxidation state. അതായത് ഗഡോലിനിയത്തിന്റെ കേസിൽ half-filled 4f subshell ആണ് അതിന്റെ +3 oxidation സ്റ്റേറ്റിൽ ഉണ്ടാവുക. നമ്മൾ 3D സീരീസ് ഡി ബ്ലോക്ക് പഠിപ്പിച്ചപ്പോഴത്തേക്കിന് ക്രോമിയം കോപ്പർ ഹാഫ്-ഫിൽഡ് ഫുള്ളി ഫിൽഡ് പറയുന്നത് പോലെ ഇവിടെയും ഒരു ഹാഫ്-ഫിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അതിന്റെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഗഡോലിനിയമാണ് ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുക. Fifth question, the IUPAC name of the coordination compound CO NH3 4 times H2O Cl Cl2. അപ്പോൾ നമ്മുടെ IUPAC നയം ആണ് ചോദിക്കുന്ന കോർഡിനേഷൻ കോംപ്ലക്സിന്റെ. അപ്പോൾ IUPAC നയം, ഇവിടുത്തെ IUPAC നയം എന്ന് പറഞ്ഞാൽ ടെട്രാ അമീൻ അക്വാ ക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ് എന്നാണ് ഇതിന്റെ നയം വരുന്നത്. ഈ ഒരു കോമ്പൗണ്ടിന്റെ നയം വരുന്നത് ടെട്രാ അമീൻ. അതായത് നമ്മൾക്ക് 4 അമിനോ ഗ്രൂപ്പ് ആണ് ഉണ്ടാവുന്നത്. പിന്നെ ഈ ബ്രാക്കറ്റിനകത്ത് തന്നെ വാട്ടർ വന്നതുകൊണ്ട് അക്വാ. ഇനി അക്വയുടെ കൂടെ വന്നത് ക്ലോറിഡോ. ക്ലോറിൻ ആയതുകൊണ്ട് നമ്മൾ ക്ലോറിഡോ എന്ന് പറയുന്ന ആ ഒരു നയമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കൊബാൾട്ടിന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സോ കൊബാൾട്ട് 3 ബ്രാക്കറ്റിന് വെളിയിൽ ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് NH3 എന്ന് പറയുന്നത് അമീൻ ആണ്. ഇറ്റ് ഈസ് എ ന്യൂട്രൽ ലിഗാൻഡ്. H2O is called aqua. It is also a neutral ligand. Then chlorine is chlorido. It is anionic ligand. ഇനി സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ട് ആണെന്ന് നമുക്കറിയാം. കൊബാൾട്ടിന് എന്താണ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ IUPAC നയം ടെട്രാമീൻ 4 അമിനോ ഗ്രൂപ്പ്, ദെൻ അക്വ വാട്ടർ ഉണ്ട്, ക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ് എന്നാണ് ഇതിന്റെ IUPAC നയം വരുന്നത്. Then in which of the following reaction Lindlar's catalyst is used? Lindlar's catalyst ഇതിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ റിയാക്ഷൻസ് ഉണ്ട്. ഇതൊരു എന്താണ് ഡബിൾ ബോണ്ടിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു റിയാക്ഷൻ, ഇവിടെയും അതേപോലെ തന്നെ ഒരു റിയാക്ഷൻ ഉണ്ട്. എല്ലാം ഹൈഡ്രജൻ ഇങ്ങനെ ഓരോ, ഇപ്പം ഇവിടെ NO2 ഗ്രൂപ്പിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത്, ഇതൊരു ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത്, ഇതൊരു ട്രിപ്പിൾ ബോണ്ടിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത്. ഇതിൽ ഏതിലാണ് ഈ പറഞ്ഞ ലിൻലേഴ്സ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എന്താണ് ആ കാറ്റലിസ്റ്റ് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഇറ്റ് ഈസ് typically used for partial hydrogenation of alkynes to cis alkenes. അതായത് നമ്മൾ ആൽക്കൈൻസിനെ, അതായത് ട്രിപ്പിൾ ബോണ്ടിനെ ആൽക്കൈൻസിനെ എന്താണ് ആൽക്കീൻസ് ആക്കാൻ വേണ്ടി വിത്തൗട്ട് ഫുള്ളി റെഡ്യൂസിങ് ദം ടു ആൽക്കേൻ. അതായത് സിംഗിൾ ബോണ്ടിലോട്ട് പോകാതെ ട്രിപ്പിൾ ബോണ്ടിനെ നമ്മൾ എപ്പോഴും എന്താക്കാൻ വേണ്ടി ഡബിൾ ബോണ്ട് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് ഈ ഒരു ലിൻലേഴ്സ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു
കാറ്റലിസ്റ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ പലേഡിയം ഡിപ്പോസിറ്റഡ് ഓൺ കാൽഷ്യം കാർബണേറ്റ് ആൻഡ് പാർഷ്യലി പോയിസൺഡ് വിത്ത് ലെഡ് ആൻഡ് ക്വിനോളിൻ ആണ് നമ്മൾ ഇവിടെ ഒരു ഇൻലേഴ്സ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റലിസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ എടുക്കുവാണെങ്കിൽ ഇതൊരു ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ആണ്, അതായത് ആൽക്കെയിൻ ആകുന്ന റിയാക്ഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല. പിന്നെ ഇവിടെ ഒരു കീറ്റോൺ ആൽക്കഹോൾ ആവുന്ന റിയാക്ഷൻ ആണ് സെക്കൻഡ്, അവിടെയും ഇല്ല. ഇനി തേർഡ് ഒരു ആൽഡിഹൈഡ് ഒരു പ്രൈമറി ആൽക്കഹോൾ ആവുന്ന റിയാക്ഷൻ ആണ്. ഇത് ആൽഡിഹൈഡിലോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പ്രൈമറി ആൽക്കഹോൾ ആയി മാറും. ഫിഫ്ത്ത് റിയാക്ഷൻ ആണ് ആൽക്കൈനിനെ ആൽക്കീൻ ആക്കുന്നത്. അപ്പോൾ എപ്പോഴും നിൻലേഴ്സ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു ആൽക്കൈനെ ആൽക്കീൻ ആക്കി മാറ്റാനാണ്, അതായത് ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കി മാറ്റാനാണ് യൂസ്. Okay, seventh question. The alkene that exhibit optical isomerism. Optical isomerism കാണിക്കുന്ന ആൽക്കീൻ ഏതാണെന്ന്, അതായത് സെയിം കെമിക്കൽ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് ആണ് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. 2-methyl 2-pentene, 3-methyl 2-pentene, 3-methyl 1-pentene, 3-methyl 3-pentene, 2-methyl pentane. അപ്പോൾ ഇതിനകത്ത് 3-methyl 1-pentene ആണ് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് കാർബൺ എന്ന് പറയുന്നത് എന്താണ്, അറ്റ് പൊസിഷൻ 2, ദാറ്റ് വൺ ഇൻവോൾവ് ഇൻ ദ ഡബിൾ ബോണ്ട് ഈസ് അറ്റാച്ച്ഡ് ടു 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. അതായത് ഈ ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആറ്റം 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഹൈഡ്രജൻ, ഒരു CH2 ഗ്രൂപ്പ്, ഒരു CH3 ഗ്രൂപ്പ് ആൻഡ് എ CH2 ഗ്രൂപ്പ്. ദിസ് ക്രിയേറ്റ് എ കൈറൽ സെന്റർ അറ്റ് സെക്കൻഡറി കാർബൺ. അപ്പോൾ ഇതൊരു കൈറൽ സെന്റർ, അതായത് 4 അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതെന്താണ്, ഒപ്റ്റിക്കൽ ഐസോമറിസം തരും. അതൊരു ക്രൈറ്റീരിയ ആണ്. ഒപ്റ്റിക്കൽ ഐസോമറിസം ഒരു കൈറൽ സെന്റർ, അതായത് ഒരു കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 ഗ്രൂപ്പായിട്ടാണെങ്കിൽ അതൊരു ഒപ്റ്റിക്കൽ ഐസോമറിസം തരും. Eighth question. Which of the following cannot be prepared by reduction of either a ketone or an aldehyde with NaBH4 in methanol? Sodium borohydrate methanolil with methanol ആയിട്ട് ഏതൊരു reaction, which of the following cannot be prepared by reduction of a ketone or an aldehyde? അതായത് ആൽഡിഹൈഡിനെയും കീറ്റോണും റെഡ്യൂസ് ചെയ്തുകൊണ്ട്, സോഡിയം ബോറോഹൈഡ്രേറ്റ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഏതിനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. 2-butanol ആണോ, 2-methyl 2-propanol ആണോ, 2-methyl 1-propanol ആണോ, 1-butanol ആണോ, 2-phenyl ethanol ആണോ? ആൻസർ എന്ന് പറയുന്നത് 2-methyl 2-propanol ആണ്. ഇതൊരു ടെറിഷറി ആൽക്കഹോൾ ആണ്. ടെറിഷറി ആൽക്കഹോളിനെ ഒരിക്കലും ഒരു ആൽഡിഹൈഡോ കീറ്റോണോ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്ത് നിർമ്മിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ആൽഡിഹൈഡ് ഈസ് അറ്റാച്ച്ഡ് ടു എ കാർബൺ ദാറ്റ് can only form secondary or primary alcohol upon reduction. ടെറിഷറി ആൽക്കഹോളിന് ഡിഫറെൻറ്റ് കൈൻഡ് റിയാക്ഷൻ ആണ് വേണ്ടത്. വേറെ റിയേജന്റ് ഉപയോഗിച്ചിട്ടേ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും കീറ്റോണിൽ നിന്നോ ആൽഡിഹൈഡിൽ നിന്നോ ടെറിഷറി ആൽക്കഹോൾ വച്ചിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. Then 9th question. The following reaction CH3Br plus AgF gives CH3F plus AgBr. This reaction is known as Finkelstein reaction, Woods reaction, Sandmeyer's reaction, Williamson synthesis, Schwartz reaction. This reaction is called Schwartz reaction. It involved the exchange of halogen between methyl bromide and silver fluoride. ഇതാണ് സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്രെങ്കൽസ്റ്റൈൻ റിയാക്ഷൻ പറയുന്നത് ഹാലജന്റെ എക്സ്ചേഞ്ചിനെയാണ്. ആൽക്കൈൽ അയഡൈഡ് ആകുന്ന ഹാലജന്റെ എക്സ്ചേഞ്ചിനെയാണ് ഫ്രെങ്കൽസ്റ്റൈൻ റിയാക്ഷൻ പറയുന്നത്. വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ആൽക്കൈൽ ഹാലൈഡ്സ് എന്താണ് ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നതാണ് വുഡ്സ് റിയാക്ഷൻ. സാൻമേയേഴ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അരയിൽ ഡൈസോണിയം സോൾട്ടിനെ ഹാലൈഡ് അയോൺ വെച്ചിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. വില്യംസൺ സിന്തസിസ് എന്ന് പറയുമ്പോൾ ഈതറിനെ സിന്തസൈസ് ചെയ്യുന്ന ഒരു ആൽക്കോക്സൈഡിൽ ഉപയോഗിച്ച് ഹാലൈഡും ആൽക്കോക്സൈഡും ഉപയോഗിച്ച് ഈതർ സിന്തസൈസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് വില്യംസൺ സിന്തസിസ് റിയാക്ഷൻ. Then 10th question. Which is incorrect statement with regard to 1-phenyl ethanol? 1-phenyl ethanolനെ പ്രോപ്പർട്ടി പറയുമ്പോൾ ഇതിനകത്ത് ഇൻകറക്റ്റ് എന്താണ്? പ്രൈമറി ആൽക്കഹോൾ, അരോമാറ്റിക് ആൽക്കഹോൾ, ഇറ്റ് ഫോംസ് എ കീറ്റോൺ ഓൺ ഓക്സിഡേഷൻ, ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്, ഇറ്റ് ലിബറേറ്റ് ഹൈഡ്രജൻ വെൻ ട്രീറ്റഡ് വിത്ത് മെറ്റാലിക് സോഡിയം.
അതായത് ഇറ്റ് ഈസ് എ പ്രൈമറി ആൽക്കഹോൾ. അത് തെറ്റാണ്. അതായത് ഈഥൈൽ 1-ഫിനൈൽ എഥനോൾ എന്ന് പറയുമ്പോൾ ഇതാണ് സ്ട്രക്ചർ വരുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫിനൈൽ ഗ്രൂപ്പ്. ഒരു C6H5 ഗ്രൂപ്പ് ഉണ്ട്. അതൊരു ഈഥൈൽ ആൽക്കഹോൾ ഗ്രൂപ്പുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ അതൊരു അരോമാറ്റിക് ആൽക്കഹോൾ ആണ്. അതായത് ഒരു റിങ്ങിനകത്താണ് ഈ ഒരു കോമ്പൗണ്ട് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പ്രൈമറി ആൽക്കഹോൾ അല്ല. ഇറ്റ് ഈസ് എ അരോമാറ്റിക് ആൽക്കഹോൾ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.